എന്തേ? ഇയാൾ എവിടുത്തുകാരനേ? എന്താ കാര്യം? ഞാൻ ഇവിടുത്തുകാരനല്ലാണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള VA വന്നായിരുന്നു. ആര്? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വന്നായിരുന്നു എന്ന്. ആ, ഒരു സാറ് വന്നു. എന്നിട്ട് സാറ് വന്നിട്ട് വീട് പുറത്തുനിന്ന് നോക്കി, പിന്നെ അകത്തേക്ക് കയറി ആ ഇടിഞ്ഞു പൊളിഞ്ഞതൊക്കെ നോക്കി, പിന്നെ ആ പൊളിച്ചിട്ട സാധനം ഉണ്ടല്ലോ, പൊളിച്ചിട്ടതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ കുത്തി കുറിച്ചിട്ട് അയാൾ പോയി. നിങ്ങളുടെ വീടിന് ചുറ്റും വന്ന് പ്രദക്ഷിണം വെച്ചിട്ട് പോകാനല്ല ഞാൻ അങ്ങേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പഞ്ചായത്തിൽ രേഖകളെല്ലാം ഹാജരാക്കുന്നതിന് മുമ്പ് അങ്ങേരെ റിപ്പോർട്ട് എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഒന്നും കൊടുക്കാതെ അങ്ങ് പറഞ്ഞു വിട്ട്. ഞാൻ കട്ടൻ ചായ കൊടുക്കാന്ന് പറഞ്ഞതാണ്. അപ്പോൾ അയാൾ നിന്നില്ല. കട്ടൻ ചായ പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ വെപ്പൊക്കെ പുറത്താണേ. അപ്പോൾ അത് വെണ്ണീറൊക്കെ ആയിട്ട് ഇനി കട്ടൻ ചായയിൽ എന്തെങ്കിലും അങ്ങനെ. നിങ്ങളുടെ കട്ടൻ ചായയും കുറ്റിപിടിയും വലിക്കാനല്ല അയാൾ അവിടെ വന്നത്. പെട്ടെന്ന് നേരെ പോക്കറ്റിൽ കൊണ്ട് 1000 രൂപ വെച്ച് കൊടുക്കും. 1000 രൂപയോ? ആ, എന്നാലേ ആദ്യത്തെ ഗഡു കിട്ടുള്ളൂ. അതെന്തിനാണ്? ആദ്യത്തെ ഗഡു കിട്ടണമെങ്കിൽ 1000 രൂപ വെച്ച് കൊടുക്കണം. എന്റെ ലോലിത വീട് പൊളിച്ചിട്ടിട്ടല്ലേ ഉള്ളൂ, വീട് പണി തുടങ്ങിയിട്ടില്ലല്ലോ. പൊളിച്ചിട്ട വീടിന് എന്തിനാ ഞാൻ 1000 രൂപ കൊടുക്കണത്? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല 1000 രൂപ കൊടുക്കണത്. സർക്കാർ എഴുതുന്ന 25,000 രൂപയെന്ന് ഒരു വിഹിതം സർക്കാർ ജീവനക്കാർക്കും കൂടെ ഉള്ളതാണ്. എന്നാലേ വികസനം പൂർണ്ണമാകൂ. അപ്പൊ രണ്ടാമത്തെ ഗഡുവിനും പൈസ കൊടുക്കണോ? രണ്ടാമത്തെ ഗഡുവിന് എത്ര കൊടുക്കണമെന്ന് ഞാൻ പിന്നെ പറയാം. ഇന്ന് വൈകുന്നേരം 3000 രൂപ എൻ്റെ വീട്ടിലെത്തിക്കണം. എന്താ ലോലിത ഈ പറയണത്? എന്തിനാ 3000 രൂപ? കല്ല്, കട്ട, മണല്, ജനല്, വാതില്, സിമന്റ് ഇതെല്ലാം സെക്കൻഡ് ഹാൻഡിന് കിട്ടും. സിമന്റ് സെക്കൻഡ് ഹാൻഡോ? നിങ്ങൾ പോയിട്ട് മറ്റേ ഇത് അങ്ങനെ പൈസ കൊണ്ട് കൊടുക്കാൻ നോക്ക്. ചുമ്മാ കണവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ. വെറുതെ പൈസ പറ്റിക്കാൻ വേണ്ടി നടക്കണീ. നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറേ, ഞങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല സാറേ. എന്നാ അപേക്ഷ കൊടുത്ത്? അപേക്ഷ കൊടുത്തിട്ട് 2 ആഴ്ച കുറേയായി. എന്നാ പിന്നെ അത് അവിടെ ചോദിച്ചാൽ മതി, കിട്ടും. അതെ, അവിടെ ഇല്ല. അവിടെ ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ല. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങള് ഷൊർണൂര്. ഷൊർണൂര് വില്ലേജ് ഏതാ? 1 2? 2. എന്താ പേര്? സത്യശീലൻ. 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 സത്യശീലൻ കുഞ്ഞെന്ന് വിളിക്കും. അതുകൊണ്ടാണ് അല്ലേ? സത്യശീലൻ. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് ഗുണശേഖരൻ. ഗുണശേഖരൻ. ആ, എന്താ പേര് പറഞ്ഞു? സത്യശീലൻ. നിങ്ങൾ മരിച്ചിട്ട് എത്ര കാലമായി? ഞാൻ മരിച്ചിട്ടില്ല. അതെ, നിങ്ങൾ തഹസിൽദാരുടെ മുന്നിൽ വന്നിട്ടാണ് ഈ നുണ പറയണമെന്ന് ഓർമ്മ വേണം. നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് പോലീസിനെ പിടിപ്പിക്കാം. അയ്യോ സാർ, എന്താണ് എന്താ ഞങ്ങളോട് ഇങ്ങനെ? എനിക്ക് മനസ്സിലാവണില്ല സാർ. സാർ എന്താ ഈ പറയണേ? ഇതെന്റെ ഭർത്താവാണ്. ഞങ്ങളുടെ വീട് ചോരുന്നുണ്ട്. അതിന്റെ അറ്റകുറ്റപ്പണിക്ക് ഒരു അപേക്ഷ കൊടുത്തു. ഈ മരിച്ചുപോയ ഗ്രഹനാഥൻ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കണത്? സാറേ, ഞാൻ മരിച്ചിട്ടില്ല സാറേ. ഞാനല്ലേ സാറിന് മുമ്പിൽ നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് അയച്ച കടലാസാണോ? ഇതിൽ ഗ്രഹനാഥൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എഴുതിയിട്ട് 2 കോളം കൊടുത്തിരിക്കുന്നുണ്ടോ? ഉണ്ട്, ഇല്ല എന്ന്. ഇതിൽ ഇല്ല എന്ന സ്ഥലത്ത് ടിക്ക് ചെയ്താൽ ഗ്രഹനാഥൻ മരിച്ചുപോയെന്നാണ് അർത്ഥം. ഇതെവിടെയാ ടിക്ക് ചെയ്തിരിക്കുന്നത്? ഇല്ല എന്ന സ്ഥലത്തല്ലേ? അപ്പോൾ നിങ്ങൾ മരിച്ചു. സാറേ, എന്തിനാ ഞങ്ങളോട് ഈ ചതിക ചെയ്യുന്നത്? സാറേ, അത് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും. സാർ ഒരു കാര്യം ചെയ്യും, ആ വില്ലേജ് ഓഫീസർ ഒന്ന് ഫോണിൽ വിളിച്ചു പറ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ. സാറേ, ഞാൻ മരിച്ചിട്ടില്ല എന്നൊന്ന് വിളിച്ചു പറയും സാറേ. എടി, ഞാൻ മരിച്ചോ? എന്നാ പിന്നെ അയാൾ മനഃപൂർവ്വം ചെയ്താവും സാറേ. അയാൾ അങ്ങനെ ചെയ്യില്ല. അയാൾക്കൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയതാവും. ഇനി നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു അപേക്ഷ വില്ലേജ് ഓഫീസ് കൊടുക്കുക. അതിൻ്റെ ഒരു കോപ്പി എനിക്കും തരാം. സാറേ, ഇനി എന്തിനാ അപേക്ഷ കൊടുക്കണേ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞാനല്ലേ നിൽക്കണേ സാറേ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കണക്കിൽ നിങ്ങൾ മരിച്ചിരിക്കുകയാണ്. ഈ അപേക്ഷ കൊടുത്തിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. സാറേ, അപ്പൊ ഈ സർട്ടിഫിക്കറ്റോ? ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇനി പ്രയോജനമൊന്നുമില്ല. ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഉപയോഗിക്കാം. എനിക്കെന്തിനാ ഇത്? ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞ് വിധവാ പെൻഷൻ അപേക്ഷിക്കാം.